നെക്സ്റ്റ് ഒരു സാധനമാണ് ചോക്ക് കോയിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചോക്ക് കോയിൽ? ഒന്നുമില്ല, നമുക്ക് കോയിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കോയിൽ ഇൻസുലേറ്റ് ചെയ്ത ഒരു കോയിലാണ്. ഇൻസുലേറ്റ് ചെയ്ത ഈ കോയിൽ വഴി നിങ്ങൾ AC പാസ് ചെയ്യുന്നു. 230 വോൾട്ട് AC ആണ് പാസ് ചെയ്തത്. ഓക്കെ, പാസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും നേരം കറണ്ട് ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് നിങ്ങൾ അങ്ങോട്ട് കയറ്റി വിട്ടത്. അപ്പോൾ ആദ്യം 0 കറണ്ട് ആയിരുന്നു, 0 മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു. ഇപ്പോൾ ഫുൾ സ്ട്രെങ്തിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ വന്നു. ഓക്കെ, ഇനി അപ്പോൾ എന്താണ് സംഭവിച്ചത്? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തു. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതിനകത്തൊരു EMF ഉണ്ടാവും. ഈ ഉണ്ടാവുന്ന EMFനെ നമ്മളെന്തോ പേരിൽ വിളിക്കും? ബാക്ക് EMF. ഓർമ്മ ഉണ്ടാവും. ഈ ബാക്ക് EMF ഒരു 130 ഉണ്ടായെന്ന് വെച്ചോളൂ. ഒരു 130 വോൾട്ട് ഈ കോയിലിനകത്ത് ഉണ്ടായി എന്നിരിക്കട്ടെ. അത് നമ്മൾ അങ്ങോട്ടാണ് കൊടുത്തതെങ്കിൽ ഇതിനകത്തുണ്ടായ ഈ 130 ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഈ കറണ്ട് ഈ കോയിലിൽ കൂടെ ഉള്ള കറണ്ടിൻ്റെ ഗ്രോത്ത് ഒപ്പോസ് ചെയ്യപ്പെടും. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 230 അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് 130 തന്നാൽ നമുക്ക് എത്രയേ ചിലവായുള്ളൂ? 100 വോൾട്ട് അല്ലേ ചിലവായുള്ളൂ. അപ്പോൾ വോൾട്ടേജ് കുറയ്ക്കാൻ ആര് സഹായിച്ചു? കോയിൽ സഹായിച്ചു. അപ്പോൾ കോയിൽ വോൾട്ടേജ് കുറയ്ക്കാൻ സഹായിക്കുന്നത് എന്തുണ്ടാക്കിയിട്ടാണെന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. എന്തുണ്ടാക്കിയിട്ടാണ്? ബാക്ക് EMF ഉണ്ടാക്കിയിട്ടാണ്. എന്തുണ്ടാക്കിയിട്ടാണ്? ബാക്ക് EMF. സോ വൺസ് അഗെയിൻ ഐ വിൽ എക്സ്പ്ലെയിൻ. ഇതിന് പോയിന്റ് മാത്രം ജസ്റ്റ് ഓർക്കുക. ദിസ് ഈസ് ആൻ ഇൻസുലേറ്റഡ് കോയിൽ. ഓക്കെ, the ends are connected to AC. Okay, the applied voltage is 230 volt, no problem. Then a magnetic field will be developed around it. Am I right? So a back EMF is developed in the coil. Okay, suppose the back EMF value is 130 volt. The applied voltage is like this. See, the back EMF is in the opposite direction. So the actual voltage is 230 minus 130. So here I am spending only 100 volt. Am I right? See, coil helps us to reduce voltage by producing a back EMF. Coil helps us to reduce voltage by producing a back EMF. Okay, this coil is known by the name choke coil. ഈ കോയിലിനെ പറയുന്ന പേരെന്താണ്? ചോക്ക് കോയിൽ എന്നാണ്. CHOKE. ഇപ്പോൾ ചോക്കിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നു. നമുക്ക് കഴുത്തിൽ ഒരുത്തം കയറി ഞെക്കി പിടിക്കുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ചോക്കിംഗ് എഫക്റ്റ് ആണ്. അപ്പോൾ ചോക്കിംഗ് എഫക്റ്റ് ഉണ്ടാക്കി ആര്? കോയിൽ. അപ്പോൾ കോയിൽ റെഡ്യൂസസ് വോൾട്ടേജ് ബൈ പ്രൊഡ്യൂസിങ് ഡാഷ് ഇൻ ഇറ്റ്. വാട്ട് ഇൻ ഇറ്റ്? back EMF in it. Okay, then back EMF is in the opposite direction of applied EMF. Is it clear? അടുത്ത ക്വസ്റ്റ്യൻ. റേഡിയോ ഫ്രീക്വൻസി ചോക്സ് ആർ എയർ കോർഡ്. വൈ? ഒന്നുമില്ല. റേഡിയോ ഫ്രീക്വൻസി മീൻസ് ഹൈ ഫ്രീക്വൻസി. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കോയിൽസ് ഇല്ലേ, ഈ കോയിലിൻ്റെ അകത്ത് കോറൊന്നും കയറ്റി വയ്ക്കരുത്. കയറ്റി വെച്ച് പണി വാങ്ങിക്കരുത്. ഇപ്പം ഇവിടെ ഒന്നുമില്ല, അപ്പോൾ എയർ കോറാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കണം. വൈ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഹൈ ഫ്രീക്വൻസി എന്നാണ്. ഇവിടെ XL കാണാനുള്ള ഇക്വേഷൻ പറ മക്കളെ. L ഒമേഗ എന്നാണ്. L എഴുതി, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν എന്നാണ്. ആണല്ലോ. ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴേ ന്യൂ അങ്ങ് ഇൻഫിനിറ്റി ആണെന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ XLൻ്റെ ആൻസർ എത്ര വരും? XLൻ്റെ ആൻസർ L × 2π × ഇൻഫിനിറ്റി. ആൻസർ ഇൻഫിനിറ്റി വരില്ലേ? അപ്പോൾ എന്താണ് ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഹൈ ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ XLൻ്റെ ആൻസർ ഭയങ്കരമായിരിക്കും. XLൻ്റെ ആൻസർ ഭയങ്കരമായിരിക്കും. നിങ്ങളത് ഈ കോയിലിൻ്റെ അകത്ത് ഒരു സോഫ്റ്റ് അയൺ പീസ് അങ്ങനെ കയറ്റി വെച്ചാൽ എല്ലും കൂടെ കയറി കൂടും. എന്തുകൂടെ കൂടും? ഇപ്പോഴേ ന്യൂ ഭയങ്കര കൂടുതലാണ്. ഇതിനകത്തൊരു സോഫ്റ്റ് അയൺ പീസ് കൂടെ കയറ്റി വെച്ചാൽ എല്ലിൻ്റെ വാല്യൂ കൂടെ കൂടും. അപ്പോൾ XLൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. അപ്പോൾ പിന്നെ അതിൽ കൂടെ കറണ്ട് കയറി പോവേയില്ല. അതുകൊണ്ട് ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന കോയിൽ എന്ന് പറയുന്നതിനകത്ത് എന്ത് വയ്ക്കാൻ പാടില്ല? കോർ വയ്ക്കരുത്. ഇപ്പോഴും മനസ്സിലാവാത്ത ആളുകളുണ്ട്. അപ്പോൾ എന്താണ്, ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നുമില്ല. What is our question? Radio frequency chokes are air cord. Radio frequency means high frequency. So we are using a high frequency. Okay. Then we have a coil here. The tadasam given by the coil, you know. What is it? L omega is equal to L. What is omega? 2πν. Here the frequency is high. Okay. So XL is high. XL വളരെ ഹൈ ആണ്.
ഇനി നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു കോറെങ്ങാനും ഉണ്ടെങ്കിൽ എൽ വാല്യൂ ഓൾസോ ഇൻക്രീസസ്, എൽ വാല്യൂ കൂടെ കയറി കൂടും. സോ എക്സൽ ബിക്കംസ് എന്താണ് ഹൈ ഹൈ. നോക്കൂ, മനസ്സിലായില്ലേ? ഹൈ ഹൈ നോക്ക് പുതിയ വേർഡാണ്, അടിപൊളി അല്ലേ? അപ്പോൾ എന്താണ്, എക്സലിൻ്റെ വാല്യൂ ഭയങ്കര ഹൈ ആവും, ശരിയല്ലേ? എക്സൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പോലെ ഒന്നല്ല, ഭയങ്കര ഹൈ ആവും, വെരി ഹൈ ആവും, ശരിയാണോ? അപ്പോൾ വെരി ഹൈ ആയി. അപ്പോൾ എക്സൽ ഭയങ്കര കൂടുതൽ, കോയിൽ കൊടുക്കുന്ന തടസ്സം ഭയങ്കര കൂടുതലെന്ന്. പിന്നെ കോയിൽ കൂടെ കറണ്ട് കയറി പോവുമോ? കോയിൽ കൂടെ കറണ്ട് കയറി പോവില്ല. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ഉള്ള സപ്ലൈ അതിലോട്ട് കയറ്റി വിട്ടാൽ കോയിൽ മിണ്ടാതിരിക്കും, കയറ്റി വിടൂല. വാശിയാണ്, കോയിൽ വാശി പിടിക്കുന്നു, ഞാൻ വിടത്തില്ല, നോക്കൂ നീ ഹൈ ഫ്രീക്വൻസിയല്ലേ വിട്ടത്, ഞാൻ വിടുന്നില്ല എന്ന് കോയിൽ അങ്ങ് തീരുമാനം എടുക്കും. അപ്പോൾ കോയിലിൽ കൂടെ കറണ്ട് കയറി പോവോ? പിന്നെ ഇല്ല. അപ്പോൾ ഹൈ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിക്കേണ്ട സമയങ്ങളിൽ ഇതിനകത്ത് എന്ത് കയറ്റി വെക്കരുത്? കോയിലിൻ്റെ അകത്ത് സോഫ്റ്റ് ആൻഡ് പീസ് ഒന്നും കയറ്റി വെക്കരുത്. അപ്പോൾ എന്താണ് കാര്യം? മലയാളത്തിൽ പറഞ്ഞാൽ നമ്മളൊരു കോയിൽ എടുക്കുന്നു, കോയിൽ കൊടുക്കുന്ന തടസ്സം എന്താണ്? എക്സൽ ഈക്വൽ ടു എൽ ഒമേഗ എന്നാണ്. ഒമേഗയ്ക്ക് വരെ നമ്മൾ 2π ന്യൂ ഇട്ടു. ഇനി നമ്മൾ ഹൈ ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നത്, അപ്പം ന്യൂ കൂടുതലാണ്. അപ്പോൾ എക്സലിൻ്റെ ആൻസർ ആൾറെഡി കൂടുതലാണ്. അപ്പോഴാണ് നിങ്ങൾ ആ കോയിലിൻ്റെ അകത്തോട്ട് ഒരു സോഫ്റ്റ് അയണും കൂടി ഇടിച്ച് കയറ്റി വെച്ച് കൊടുത്തത്. ഇടിച്ച് കയറ്റി വെച്ച് കൊടുത്താൽ ന്യൂ കൂടെ കയറി കൂടും. അപ്പോൾ എക്സലിൻ്റെ വാല്യൂ പണ്ടാരമടങ്ങിയ വാല്യൂ ആയി പോകും, മനസ്സിലായില്ലേ? ഒരു രക്ഷയില്ലാത്ത വാല്യൂ. അപ്പോൾ കോയിൽ ഭയങ്കര തടസ്സമായിരിക്കും കൊടുക്കുന്നത്, ആ കോയിലിൽ കൂടെ കറണ്ട് കയറി പോവില്ല. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിലുള്ള സപ്ലൈ കോയിലിൽ കൂടെ കയറി പോവില്ല. ഞാൻ വിടൂല എന്ന് പറഞ്ഞാൽ വിടൂല എന്ന് പറഞ്ഞ് കോയിൽ നിൽക്കും. അപ്പോൾ ആ കണ്ടീഷൻ വരും. അപ്പോൾ കോയിൽ കറണ്ടിനെ കടത്തി വിടില്ല. അപ്പോൾ ഈ കോയിലിൻ്റെ അകത്ത് എന്ത് കയറ്റി വയ്ക്കരുത്? സോഫ്റ്റ് അയൺ കോർ കയറ്റി വയ്ക്കരുത്. കോയിൽ വെറുതെ ഇരിക്കട്ടെ, ഓക്കെ? അതിനെ സുഖമായിട്ട് ജീവിക്കാൻ അനുവദിക്കുക. അതിൻ്റെ അകത്ത് എന്തിടിച്ച് കയറ്റി വെച്ച് കൊടുക്കരുത്? കോർ കയറ്റി വയ്ക്കരുത്. സോ ക്വസ്റ്റ്യൻ എന്താണ്? ഹൈ റേഡിയോ ഫ്രീക്വൻസി ചോക്സ് ആർ എയർ കോർഡ്. വൈ? Radio frequency means high frequency. Say for a coil, XL equal to L omega. Here omega can be written as 2π nu. Then here frequency is high, so XL is high. Then when there is a softened piece as core, L value also increases. So XL becomes very very high. So the coil will not allow the current. So you should not insert any core. Okay, the core should be air. Is it clear? Once again, you can see radio frequency means high frequency. You consider a coil XL equal to L omega. Here omega can be written as 2π nu. So XL equal to L into 2π nu. Then if frequency is high, XL value will be high. Then if there is a core, L value also increases. So XL becomes very very high. The coil will not allow the current. Okay, the coil will not allow the current. So you should not insert any material as core. Is it clear? Question ആണ്, ആരെങ്കിലും ചോദിച്ച് നിങ്ങളെ പറ്റിക്കാൻ നോക്കും ചിലപ്പോൾ. എന്താണ്? ഡു യു തിങ്ക് ദാറ്റ് എ ട്രാൻസ്ഫോമർ വയലേറ്റ്സ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നാരെയും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? യെസ് പറയോ നോ പറയോ? നമ്മൾ വിചാരിക്കും ട്രാൻസ്ഫോമർ വോൾട്ടേജിനെ കൂട്ടുന്നുണ്ടോ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ എനർജിയുടെ കാര്യം നമ്മൾ വിചാരിക്കും കുറയോ കൂടുകയോ ചെയ്യുമോ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വയലേറ്റ് ചെയ്യുമെന്നൊന്നും എഴുതി വയ്ക്കരുത്. So total energy എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. So total there is no change for energy. So transformer will not violate law of conservation of energy. So it can increase or decrease voltage, accept it, but it will not change the energy. So transformer will not violate law of conservation of energy. Law of conservation of energy violate ചെയ്യുന്നില്ല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം, നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇൻഡക്ഷൻ കോയിൽ കേട്ടിട്ടുണ്ടോ? ഇൻഡക്ഷൻ കോയിൽ എന്ന് പറഞ്ഞാൽ സ്മോൾ ഡി സിയെ ബിഗ് എ സി ആക്കുന്ന ഡിവൈസ്. സ്മോൾ ഡി സിയെ ബിഗ് എ സി ആക്കി മാറ്റുന്ന ഡിവൈസിൻ്റെ പേരാണ് ഇൻഡക്ഷൻ കോയിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സോ നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് സ്മോൾ ഡി സി ടു ഹൈ എ സി. സോ വാട്ട് ഈസ് ആൻസർ? ഇൻഡക്ഷൻ കോയിൽ. ഇനി നമ്മൾ എ സി ഡൈനാമോ പഠിച്ചു, അടുത്തത് ഡി സി ഡൈനാമോ. ഡി സി ഡൈനാമോ ഉണ്ട്. ഈ ഡി സി ഡൈനാമോ ആണെങ്കിൽ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നോക്കിയോ. അതിൻ്റെ ആർമേച്ചർ കോയിൽ ഇതാണ്, ആർമേച്ചർ കോയിൽ. ഓക്കെ, ഇപ്പുറത്ത് നോർത്ത്, അപ്പുറത്ത് സൗത്ത്, ഇതൊക്കെ പഴയതുപോലെ തന്നെ. ഈ ആർമേച്ചർ കോയിലിന് രണ്ട് എൻഡ് ഉണ്ടല്ലോ, ഒരെൻഡ് ഇത്, ഒരെൻഡ് ഇത്. ഓക്കെ, ഈ എൻഡ് ഒരു ഹാഫ് റിങ്ങിൽ കണക്ട് ചെയ്തേക്കും, ഹാഫ് മെറ്റൽ റിങ്ങിൽ കണക്ട് ചെയ്തേക്കും. ഇപ്പുറത്തും ഒരു ഹാഫ് മെറ്റൽ റിങ്ങിൽ കണക്ട് ചെയ്തേക്കും. എന്നിട്ട് ഇവിടെ ആയിരിക്കും നമ്മുടെ ഗ്രാഫൈറ്റ് ബ്രഷ്, ഇവിടെയും ഗ്രാഫൈറ്റ് ബ്രഷ് എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് കൊടുത്തേക്കും.
ഇത് ഓർത്ത് വെച്ചോണം. അപ്പോൾ ബാക്കി പാർട്ടെല്ലാം പഴയത് തന്നെ. ഈ ഹാഫ് റിങ്ങിനെ പറയുന്ന പേരാണ് സ്പ്ലിറ്റ് റിംഗ്. എന്താ പറയുക? സ്പ്ലിറ്റ് റിംഗ്, അല്ലെങ്കിൽ ഷാർപ്പ് പേര് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്നാണ്. എന്താണ് പേര്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഓർത്ത് വെച്ചോണം. അപ്പോൾ ഈ സ്പ്ലിറ്റ് റിംഗ് ആണ് യഥാർത്ഥത്തിൽ ഈ കോയിലുണ്ടാകുന്ന AC-യെ DC ആക്കി മാറ്റുന്നത്. നമ്മളിവിടെ ഈ ആർമേച്ചറിനെ ഇവിടെ ഇട്ട് കറക്കിയാൽ ആർമേച്ചറിൽ ഉണ്ടാകുന്ന AC ആയിരിക്കോ DC ആയിരിക്കോ? സംശയമുണ്ടോ? അത് ഹാഫ് റൊട്ടേഷനിൽ കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ അടുത്ത ഹാഫ് റൊട്ടേഷനിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ ഹാഫ് റൊട്ടേഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഒരു ഡയറക്ഷനിൽ കട്ട് ചെയ്താൽ അടുത്ത ഹാഫ് റൊട്ടേഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കട്ടാവും. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്നത് AC ആണ്. ആർമേച്ചറിൽ AC-യെ ഉണ്ടാവും. ആ AC-യെ DC ആക്കി വെളിയിൽ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് ഈ ഇരിക്കുന്നത്. ഈ പാർട്ടിനെ, ഈ ഹാഫ് മെറ്റൽ റിങ്ങിനെ പറയുന്ന പേരാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. എന്താ പേര്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഓർത്ത് വെച്ചോണം. ഇൻ DC dynamo dash helps us to get DC in the output. So what split ring commutator. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എവിടെയെങ്കിലും നമുക്ക് ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്കിനി അടുത്തതിലേക്ക് പോവാം. അടുത്ത് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റനാണ് ഞാൻ പറയുന്നത്. കോർ ഓഫ് ട്രാൻസ്ഫോമർ ഷുഡ് ബി എ മെറ്റീരിയൽ ഓഫ് സ്മോൾ ഹിസ്റ്ററിസിസ് ലൂപ്പ്. വൈ? ഒരു ക്വസ്റ്റനാണ്, സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്. ട്രാൻസ്ഫോമറിൻ്റെ കോറായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? സോഫ്റ്റ് അയൺ അല്ലേ? അതിൻ്റെ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഓർമ്മയുണ്ടോ? ചെറുതല്ലേ? അപ്പോൾ അത്ര എങ്ങനെ ചെറിയ ഹിസ്റ്ററിസിസ് ലൂപ്പ് വരുന്ന മെറ്റീരിയലെ ട്രാൻസ്ഫോമറിൻ്റെ കോറായിട്ട് യൂസ് ചെയ്യാവൂ? വൈ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതാ ഇവിടെ നോക്കി നമുക്ക് അറിയാമെന്നുള്ള കാര്യം തന്നെ. ഇത് നമ്മുടെ കോറാണ്. ഓക്കെ, ഇതിൻ്റെ പുറത്തല്ലേടാ പ്രൈമറി ചുറ്റിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഈ പ്രൈമറി കൂടെ അല്ലേ AC പാസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവുമല്ലോ. വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അപ്പോൾ ഈ സോഫ്റ്റ് അയൺ ഇതിൻ്റെ അകത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് മാഗ്നറ്റൈസേഷന് വിധേയമാകും. അപ്പോൾ വെൻ ഇറ്റ് അണ്ടർഗോസ് എ സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ ഇറ്റ് ഗെറ്റ്സ് ഹീറ്റഡ്. നമ്മൾ പഠിച്ചു ഹിസ്റ്ററിസിസ് ലൂപ്പ് വലുതാണെങ്കിൽ ഏരിയ ഓഫ് ഹിസ്റ്ററിസിസ് ലൂപ്പ് ഇൻഡിക്കേറ്റ്സ് ഹീറ്റ് ഡെവലപ്ഡ്. അപ്പോൾ ഇവിടെ സോഫ്റ്റ് അയൺ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഹിസ്റ്ററിസിസ് ലൂപ്പ് ചെറുതാണ്. അപ്പോൾ ഹീറ്റ് ഡെവലപ്ഡ് ചെറുതാണ്. അല്ലെങ്കിൽ ഹീറ്റ് ഡെവലപ്ഡ് കൂടിയ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കോറെല്ലാം കൂടെ കയറി ചൂടായിട്ട് ഈ കമ്പിയുടെ ഇൻസുലേഷൻ എല്ലാം കൂടെ കയറി കത്തിപ്പോവും. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്തായിരിക്കണം? ഹിസ്റ്ററിസിസ് ലൂപ്പ് ചെറിയ ഇതായിട്ട് വരുന്ന മെറ്റീരിയൽ ആയിരിക്കണം. ഒന്നും കൂടെ ഞാൻ പറയാം. ഇതൊരു സോഫ്റ്റ് അയൺ കോറാണ്. ഇനി ഇതിൻ്റെ പുറത്താണ് പ്രൈമറി ചുറ്റിയിരിക്കുന്നത്. AC പാസ് ചെയ്തു, വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. വെൻ ദ കോർ അണ്ടർഗോസ് എ സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ ഇറ്റ് ഗെറ്റ്സ് ഹീറ്റഡ് ആണല്ലോ. ദെൻ ഏരിയ ഓഫ് ഹിസ്റ്ററിസിസ് ലൂപ്പ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഡെവലപ്ഡ്. ഫോർ സോഫ്റ്റ് അയൺ ഏരിയ ഓഫ് ഹിസ്റ്ററിസിസ് ലൂപ്പ് ഈസ് സ്മോൾ, സോ ഹീറ്റ് ഡെവലപ്ഡ് ഈസ് സ്മോൾ. If you are using another material having more hysteresis loop, a large hysteresis loop area, heat developed will be more. So due to that heat, the insulation may burn off. So you must use a material of small hysteresis loop as core of transformer. So then answer parayu. Why a material of small hysteresis loop as core of transformer? Say in a transformer, over the core what is found? Primary coil is found. When AC is passed through primary, a varying magnetic field is developed. Then what is next one? The core undergoes cycle of magnetization. When it undergoes a cycle of magnetization, heat is developed. Then heat will be equal to the area of hysteresis loop. Then if the area of hysteresis loop is small, heat developed will be small. Then if the area of hysteresis loop is more, heat developed for that material will be more, and it may cause the burning of insulation of the wire. So once again, in a transformer, when AC is passed through the primary coil, a varying magnetic field is developed around it. Then when the core undergoes a cycle of magnetization, heat is developed in it. Then if the area of hysteresis loop for core is more heat is developed in it, and it may cause the burning of insulation of the wire. Okay, so the core should be of a material having small hysteresis loop. Can you follow me? So once again, tell me, when AC is passed through the primary of a transformer, a magnetic field is developed. Then
when the core undergoes a cycle of magnetization, heat is developed. Then area of hysteresis loop is equal to heat developed. If you are using a material of more hysteresis loop, the heat developed will be more and it may cause the burning of insulation of the wire. So you should use a material having small hysteresis loop as a core of a transformer. Is it clear? ഇനി നമുക്ക് അടുത്ത ഒരു നല്ലൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതുകൂടെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചാപ്റ്റർ ഏകദേശം കഴിയും. ഓക്കെ.